ഒമാനിലും ബലിപെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസി സമൂഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ നടന്നു. നിസോയിലെ ഖാബൂസ് മസ്ജിദിലാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലേക്കുമായി പുലർച്ചെ തന്നെ വിശ്വാസികൾ ഒഴുകിയെത്തിയിരുന്നു. കുത്തുബക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും സൗഹൃദം പുതുക്കിയുമാണ് ഓരോ വിശ്വാസിയും വീടുകളിലേക്ക് മടങ്ങിയത്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരുന്നു. ആമ്ര സഫ ഷോപ്പിംഗിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് സദറുദ്ദീൻ വാഴക്കാട് നേതൃത്വം നൽകി. മനുഷ്യനെ ഒന്നായി കാണുക എന്നതാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. കാരണം ബലിപെരുന്നാൾ ഇബ്രാഹിം പ്രവാചകന്റെ പാരമ്പര്യവും ചരിത്രവും ഓർത്തുകൊണ്ടും പിന്തുടർന്നുകൊണ്ടുമാണ് നാം ആഘോഷിക്കുന്നത്. എല്ലാതരം വിവേചനങ്ങൾക്കും അപ്പുറത്ത് ലോക സാഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി. ഇറാഖിൽ അദ്ദേഹം പ്രബോധനം ചെയ്ത പ്രദേശത്ത് നിലനിന്നിരുന്ന വിവേചനങ്ങളെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ദേശാതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഗാല അൽ റുസിഖി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് VP ഷൗക്കത്ത് അലിയും സീബ് അൽഷാദി ഗ്രൗണ്ടിൽ നൌഷാദ് അബ്ദുല്ലാഹും ബർക്ക മറീനയിൽ അദ്നാൻ ഹുസൈനുമാണ് കാർമ്മികത്വം വഹിച്ചത്. ഒമാൻ ഇസ്ലാഹി സെന്റർ റൂവി KM ട്രേഡിംഗ് സമയം സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഡോക്ടർ ജരീം പാലത്തും റൂവി അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റ് കോമ്പൗണ്ടിൽ അബ്ദുറഹിമാൻ സലഫിയും കാർമ്മികത്വം വഹിച്ചു. റൂവി മസ്കത്ത് സുന്നി സെന്റർ മദ്രസകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് അലി ഫൈസി നടമൽപോയിലും ബിദായ സൂഖ് മസ്ജിദിൽ സയ്യിദ് അലി ദാരിമിയും ബൗഷർ മസ്ജിദ് റഹ്മയിൽ മോയിൻ ഫൈസിയുമാണ് നേതൃത്വം നൽകിയത്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ദാഖിലിയ ഗവർണറിലെ നിസ്വയിൽ സുൽത്താൻ ഖാബൂസ് മസ്ജിദിലാണ് ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. രാജകുടുംബാംഗങ്ങൾ, അൽബുസൈദി കുടുംബം, മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, സുൽത്താന്റെ സായുധ സേനയുടെ കമാൻഡർമാർ തുടങ്ങി നിരവധി പേർ സുൽത്താന്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കാളികളായി. മീഡിയ 1 മസ്കത്ത്.